സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തെ ചൊല്ലി ജൂറി ചെയർമാനും അംഗങ്ങളും തമ്മിൽ തർക്കം. മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന്റെ പേരിലായിരുന്നു ഭിന്നത. അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അവസാന സെഷനിൽ നിന്ന് ജൂറി ചെയർമാൻ കുമാർ സാഹ്നി ഇറങ്ങിപ്പോയി. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ കാന്തൻ ദ ലവർ ഓഫ് കളറിന്റെ സംവിധായകൻ സി ഷെരീഫിന് തന്നെ മികച്ച സംവിധായകനുള്ള അവാർഡും നൽകണമെന്ന് ജൂറി ചെയർമാൻ കുമാർ സാഹ്നി നിർബന്ധം പിടിച്ചു. എന്നാൽ ജൂറിയിലെ മറ്റംഗങ്ങൾ ഇതിനെ എതിർത്തു. ശ്യാമപ്രസാദിന് അവാർഡ് നൽകണമെന്നായിരുന്നു അവരുടെ നിലപാട്. ഇതോടെ രോഷാകുലനായ ചെയർമാൻ വിധി നിർണയത്തിന്റെ അവസാന സെഷനിൽ പങ്കെടുത്തില്ല. അവാർഡ് പ്രഖ്യാപിക്കുന്ന മന്ത്രിയുടെ വാർത്താ സമ്മേളനവും ജൂറി ചെയർമാൻ ബഹിഷ്കരിച്ചു. രണ്ടാമത്തെ മികച്ച ചിത്രം ഒരു ഞായറാഴ്ച, സംവിധായകൻ ശ്യാമപ്രസാദ്. 3 മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്, ചിത്രം ഒരു ഞായറാഴ്ച. ജൂറി ചെയർമാനെ അനുനയിപ്പിക്കാൻ അക്കാദമി അംഗങ്ങൾ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മികച്ച നടനുള്ള പുരസ്കാരം നൽകുന്നത് സംബന്ധിച്ചും തർക്കമുണ്ടായി. ഒടുവിൽ വോട്ടെടുപ്പിലൂടെയാണ് പുരസ്കാരം നിർണയിച്ചത്. ജൂറി ചെയർമാനും അക്കാദമി സെക്രട്ടറിയും വിട്ടുനിന്ന വോട്ടെടുപ്പിൽ സമിതിയിലെ 4 പേർ വീതം ജയസൂര്യയ്ക്കും സൗബിനും വേണ്ടി നിലകൊണ്ടു. ഇതോടെയാണ് പുരസ്കാരം ഇരുവർക്കും തുല്യമായി പങ്കിട്ടു നൽകാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.